അപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം 1 കഴിഞ്ഞെങ്കിലും ഇതുപോലെ ഇത്രയും നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ അമ്മായിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണം എന്നല്ല, കല്യാണത്തിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ പാർട്ടിക്കാണ് നമ്മൾ പോയത്. അങ്ങനെ നമുക്ക് പ്രധാന ഫുഡ് കഴിക്കുക, അടിയാണ് പ്രധാനം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നു, ഒന്ന് തലയൊക്കെ കാണിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നേരെ നമ്മൾ പോണത് പ്രധാന ഇടമായ ഭക്ഷണപ്പുരയിലേക്കാണല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ നല്ല തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്മായിയൊക്കെ കേട്ടോ. അമ്മായി, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പാപ്പന്മാരും അമ്മായിമാരും മാമന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് വൈകി എത്തിയതുകൊണ്ട് എല്ലാവരും പോയി കേട്ടോ. കുറേ പേരൊക്കെ പോയി. പിന്നെ എല്ലാവരെയും ഒന്നും വീഡിയോയിൽ കിട്ടിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒത്തു കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മരണത്തിനും കല്യാണത്തിനൊക്കെ അല്ലേ എല്ലാവരും ഒന്ന് ഒത്തുകൂടുള്ളൂ. അങ്ങനെ കല്യാണ തലേന്നാണ് അച്ഛൻ്റെ പെങ്ങളും മാമനൊക്കെ പോകാൻ നേരത്തെ അച്ഛനത് അവരെ വണ്ടി കയറ്റി വിടാൻ പോകാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മായിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മായി വന്നു. അമ്മായിനോട് ആരെ കണ്ടാലും നമ്മളെ നാവാണല്ലോ, കഥ പറഞ്ഞാൽ തീരുമോ? പിന്നെ മനസ്സേ കയ്യേ കാലേ പിടിച്ച് വലിഞ്ഞു പോരുന്നതാണല്ലോ, കഥ പറഞ്ഞാൽ തീരാത്ത ഒരാളാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഒന്നുകൂടി കല്യാണ വീട്ടിലൊക്കെ ഒന്ന് കയറി എന്ന് അതിലേക്ക് കഥ പറഞ്ഞു. പിന്നെ നാളെ നമ്മൾ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പം അമ്മായി പറഞ്ഞു, നിനക്കുണ്ടടി 3 മക്കൾ, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ എന്താണെങ്കിലും വേണ്ടത് ഞങ്ങൾ പോയിട്ടോ. Ready. സന്തോഷേ. ഇതാണ് ഞങ്ങളുടെ കല്യാണ ചെറുക്കൻ കേട്ടോ. എല്ലാവരും ഒരു ആശംസ പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി നിന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ പിടിച്ചു. പിന്നെ ഉണ്ടല്ലോ 2 ദിവസം ഒരുമിച്ച് നിന്നാൽ അടി കൂടുമെങ്കിലും അമ്മേനെ കണ്ടാൽ എനിക്കും എന്നെ കണ്ടാൽ അമ്മയ്ക്കും കഥ പറഞ്ഞാൽ തീരൂല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം, മറ്റന്നാളത്തെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇങ്ങോട്ട് പിരിഞ്ഞു.